السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അൽ-മുശ്രിക്കൂൻ, അതായത് ബഹുദൈവ ആരാധകര്, വിഗ്രഹാരാധകര്, തീയാരാധകര് ഇങ്ങനെയുള്ളവരുമായി സമാധാനത്തിൽ ഏർപ്പെടുന്നത്. അസ്സുൽഹി മഅൽ മുശ്രിക്കൈനി. ഈ അധ്യായത്തിൽ അബൂ സുഫിയാന്റെ വിശദീകരണവും ഉൾപ്പെടുന്നു. ഔഫ് ബിൻ മാലിക് വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു സന്ധി ഉണ്ടാവും, അലി വരാനുണ്ട്, അലി വരാനിരിക്കുന്നു, നീയും ബനി അൽ അസ്ഫറും തമ്മിൽ. ബനി അൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞകൾ, അലി മഞ്ഞ ആളുകൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് യൂറോപ്യന്മാരാണ് പൊതുവെ അസ്ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പറയുന്നത് ബൈസാൻറ്റൈൻസ് ആണ്, വളരെ വെളുത്ത് ചെറിയ മഞ്ഞ നിറമുള്ള ആളുകൾ, അവരെയാണ് അൽ അസ്ഫർ അലി മഞ്ഞകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഫുട്ബോളിലുള്ള മഞ്ഞകളല്ല. ഫിഹി അൻ നബി സുഫിയാന വഖാല ഔഫു ബിൻ മാലിക്കിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم تكون هدنة بينكم وبين بني الأصفر وفيه سهل بن حنيف لقد رأيتنا يوم أبي جندل وأسماء والمسور عن النبي صلى الله عليه وسلم. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര്യത്തിൻ്റെ ബന്ധം സ്ഥാപിച്ചിരുന്നു സെയ്ദ്, അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രനായ അടിമയും, ഹംസയും തമ്മിൽ. അതായത് റസൂലിൻ്റെ അമ്മാവൻ അലി മുതവച്ചാപ്പായ ആരോ ആണ് ഹംസ എന്ന് പറയുന്നത്. അപ്പോൾ അവർ തമ്മിലായിരുന്നു സഹോദരന്മാർ. അതുകൊണ്ടാണ് സെയ്ദ് പറഞ്ഞത് ആ കുട്ടി എൻ്റെ സഹോദരൻ്റെ മകളാകുന്നു എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പേരോടും സംസാരിക്കുമ്പോൾ ഹംസയുടെ മകളെ ആര് എടുക്കണം എന്ന കാര്യത്തിനെ പറ്റിയിട്ട് അപ്പോൾ തീരുമാനം എടുത്തപ്പോൾ 3 പേർക്കും കിട്ടിയില്ല. അതുകൊണ്ട് 3 പേരെയും അദ്ദേഹം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട്, ഇത് നിങ്ങളെല്ലാവരും എന്നോട് വളരെയധികം അടുത്തവരാകുന്നു, ഈ രീതിയിൽ ആ രീതിയിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇത് കാണാൻ, രൂപത്തിൽ, സ്വഭാവത്തിൽ, ബന്ധത്തിൽ, അങ്ങനെയൊക്കെ, പിന്നെ ഞാൻ നീയാണ്, നീ ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അവർ അദ്ദേഹത്തിൻ്റെ വിധിയിൽ അതൃപ്തരാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ അങ്ങനെ 2700 ഹദീസുകൾ പഠിച്ചു കഴിഞ്ഞു. അൽ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഹുദൈബിയ സന്ധിയുടെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ധി കോൺട്രാക്റ്റ് എഴുതി ഉണ്ടാക്കി, എഗ്രിമെൻ്റ് എഴുതി ഉണ്ടാക്കി. അത് അൽ മുശ്രിക്കൂൻ ആയിട്ട് ഉള്ളതായിരുന്നു. അതിൽ 3 വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുശ്രിക്കൂനെ തിരിച്ച് കൊടുക്കണം. ആരെങ്കിലും, അതായത് ബഹുദൈവാരാധകർ, വിഗ്രഹാരാധകർ, തീയാരാധകർ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കണം. പക്ഷേ മുശ്രിക്കൂൻ, അതായത് ഈ അവിശ്വാസികളായ ആളുകൾ, അവരുടെ ഇടയിലുള്ള മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ മുസ്ലിം ആവുന്നവരെയോ ഇങ്ങോട്ട് കൊടുക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അദ്ദേഹത്തിൻ്റെ സഹാബാക്കളും മക്കയിലേക്ക് അടുത്ത വർഷം വരണം. 3 ദിവസം മാത്രമേ നിൽക്കാൻ പാടുള്ളൂ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കയിൽ വരിക, അവരുടെ ആയുധങ്ങളുമായി അവർക്ക് വരാവുന്നതാണ്. അതായത് വാളുകൾ, അമ്പുകൾ, വില്ലുകൾ, ഇതൊക്കെ. അബൂജന്തൽ ചാടി ഇങ്ങനെ വന്നു, വലിയ ഒരു ഏന്തി വലിഞ്ഞ് നടക്കുന്നു, കാരണം കാലിൽ ചങ്ങല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബൂജന്തൽ മുസ്ലിം ആയിരിക്കണം. അദ്ദേഹം മുശ്രിക്കുകളുടെ ഇടയിൽ നിന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരാൻ ശ്രമിച്ചു, ചെരിഞ്ഞ് ചാടി എങ്ങനെയോ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ അൽ മുശ്രിക്കൂന് തിരിച്ചു കൊടുത്തു, കാരണം സന്ധി അനുസരിച്ച് അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. അനിൽ ബറാഇ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുമാ ഖാല സ്വലഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുശ്രിക്കീന യൗമ അൽ ഹുദൈബിയ്യത്തി അലാ സലാസതി അശ്യാഅ അലാ അന്ന മൻ അതാഹു മിനൽ മുശ്രിക്കീന റദ്ദഹു ഇലൈഹിം വമൻ അതാഹും മിനൽ മുസ്ലിമീന ലം യറുദ്ദുഹു വഅലാ അൻ യദ്ഖുലഹ മിൻ ഖാബിലിൻ വയുഖീമ ബിഹാ സലാസത അയ്യാം വലാ യദ്ഖുലുഹ ഇല്ലാ ബിജുലുബാനി സ്വാലിഹി അസ്വൈഫി വൽഖൗസി വനഹ്വിഹി ഫജാഅ അബൂ ജന്തലിൻ യഹ്ബുലു ഫീ ഖുയൂദിഹി ഫറദ്ദഹു ഇലൈഹിം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് വേണ്ടി യാത്ര പുറപ്പെട്ടു. പക്ഷേ അവിശ്വാസികളായ ഖുറൈശികൾ അദ്ദേഹത്തിനെ മക്കയിൽ അല്ലെങ്കിൽ കഅബയിൽ കയറുന്നതിൽ നിന്ന് തടഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃഗത്തിനെ പുറത്തു വെച്ച് തന്നെ അറുത്ത് തല വടിച്ച്
ഹുദൈബിയയിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് അവരുമായി സന്ധിയിൽ ഏർപ്പെട്ടു, അടുത്ത കൊല്ലം ഉംറ ചെയ്യും എന്നുള്ള കാര്യം. പക്ഷേ ആയുധങ്ങൾ കൊണ്ടുപോവില്ല എന്ന് ഏറ്റു. അതായത് കുന്തം പോലെയുള്ള വലിയ വലിയ ആയുധങ്ങളൊന്നും കൊണ്ടുപോകില്ല, വാള് ഒഴികെ. പിന്നെ മക്കയിൽ അനുവദിച്ച ആ കാലാവധിക്ക് മേളിൽ താമസിക്കുകയില്ല എന്നും സമ്മതിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കൊല്ലം ഉംറ ചെയ്തു, മക്കയിൽ പ്രവേശിച്ചു, ആ സന്ധിയുടെ വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ 3 ദിവസം താമസിച്ചു. അവിശ്വാസികൾ അദ്ദേഹത്തിനോട് പോവാൻ പറഞ്ഞു 3 ദിവസമായപ്പോൾ. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم خرج معتمرا فحال كفار قريش بينه وبين البيت فنحر هديه وحلق رأسه بالحديبية وقاضاهم على أن يعتمر العام المقبل ولا يحمل سلاحا عليهم إلا سيوفا ولا يقيم بها إلا ما حبوا فاعتمر من العام المقبل فدخلها كما كان صالحهم فلما قام بها 3 أمروه أن يخرج فخرج. സഹൽ ഇബ്നു അബൂ ഹസ്മ വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു സഹലും മുഹയ്യിസ ഇബ്നു മസ്ഊദ് ഇബ്നു സെയ്ദും ഖൈബറിലേക്ക് പോയി. അവിടെ അപ്പോൾ ഒരു സന്ധി നിലനിൽക്കുന്നുണ്ടായിരുന്നു മുസ്ലിങ്ങളുമായി. അൻ സഹൽ ഇബ്നു അബി ഹസ്മത ഖാല തലക അബ്ദുല്ലാഹ് ഇബ്നു സഹ്ലിൻ വ മുഹയ്യിസത്തു ഇബ്നു മസ്ഊദ് ഇബ്നു സെയ്ദിൻ ഇലാ ഖൈബറ വഹിയ യൗമഇദിൻ സുൽഹുൻ. ദിയ രക്തപ്പണം, അതല്ലെങ്കിൽ ജീവനാംശം, അതിനുവേണ്ടി ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. അസ്സുൽഹി ഫിദ്ദിയതി. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റബിയ അൻ നദറിൻ്റെ മകളാണ്. അവൾ വേറൊരു പെൺകുട്ടിയുടെ പല്ല് പൊട്ടിച്ചു. അപ്പോൾ ഇടിച്ചോ എന്തോ ചെയ്തപ്പോൾ പല്ല് പൊട്ടിപ്പോയി. അപ്പോൾ റബിയയുടെ ബന്ധുക്കൾ ഈ പല്ല് പൊട്ടിയ പെൺകുട്ടിയുടെ ബന്ധുക്കളോട് അർശ് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അതായത് മുറിവിന് സമാനമായ നഷ്ടപരിഹാരം. എന്നിട്ട് ആ തെറ്റ് ചെയ്ത ആൾക്ക് പുറത്തു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അത് നിരസിച്ചു. അങ്ങനെ അവസാനം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹം പ്രതികാരം ചെയ്യാൻ ഉത്തരവിട്ടു. അപ്പോൾ അനസ് ബിൻ നദർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കൾ റബിയയുടെ പല്ല് പൊട്ടിക്കാനാണോ പോകുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. ആരാണോ താങ്കളെ സന്ദേശവുമായി അയച്ചത്, അതായത് അള്ളാഹു ആണേ സത്യം, അവളുടെ പല്ല് പൊട്ടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസേ, അള്ളാഹുവിൻ്റെ നിയമം പ്രതികാര നടപടി ഉത്തരവിടുന്നു. പക്ഷെ അപ്പോഴേക്കും നഷ്ടം പറ്റിയ പെൺകുട്ടിയുടെ ബന്ധുക്കൾ അവർക്ക് പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില അള്ളാഹുവിൻ്റെ അടിമകളുണ്ട്, അവർ എന്തെങ്കിലും സത്യം ചെയ്താൽ അള്ളാഹു അതിന് പ്രതികരിക്കും. അതായത് അവരുടെ സത്യം അള്ളാഹു പാലിക്കും, അല്ലെങ്കിൽ പാലിക്കാൻ അള്ളാഹു അവരെ സഹായിക്കും. അനസ് കൂട്ടിച്ചേർക്കുന്നു, ആളുകൾ അങ്ങനെ അതിന് അർശ് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ജീവനാംശം സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നഷ്ടപരിഹാരം സ്വീകരിക്കാൻ സമ്മതിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ റസൂൽ ഉദ്ദേശിക്കുന്നത് ആ വാപ്പ, തെറ്റ് ചെയ്ത പെൺകുട്ടിയുടെ വാപ്പ സത്യം ചെയ്തു, അള്ളാഹുവാണ് സത്യം, ഇല്ല അവളുടെ പല്ല് പൊട്ടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ എടുത്ത് പറഞ്ഞത് കൊണ്ടായിരിക്കും അള്ളാഹു അത് നേരായ രീതിയിൽ നടത്തി കൊടുത്തത് എന്ന് തോന്നുന്നു. അതായിരിക്കണം ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ആലം. അന്ന അനസൻ ഹദ്ദസഹും അന്ന റുബയ്യ വഹിയ ഇബ്നതു നദ്രി കസറത്ത് സനിയ്യത ജാരിയത്തിൻ ഫത്വലബുൽ അർശ വത്വലബുൽ ഗഫ്വ فأبوا فأتوا النبي صلى الله عليه وسلم فأمرهم بالقصاص فقال أنس بن النضر أتكسر ثنية الربيع يا رسول الله لا والذي بعثك بالحق لا تكسر ثنيتها فقال يا أنس كتاب الله القصاص فرضي القوم وعفوا فقال النبي صلى الله عليه وسلم إنا من عباد الله من لو أقسم على الله لأبره റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറച്ചിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമായോട്, എൻ്റെ ഈ മകൻ ഒരു സയ്യിദാണ്, അല്ലെങ്കിൽ കുലീനനാണ്, ഭയങ്കര ഉയർന്ന സ്ഥാനമുള്ള ആളാണ്. അവനിലൂടെ അള്ളാഹു 2 വലിയ മുസ്ലിം സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ, അതായത് സുൽഹ്, സമാധാനം പുനഃസ്ഥാപിക്കാൻ സഹായിക്കും എന്നൊരു
പ്രവചനമാണത് റസൂലിൻ്റെ. അതേപോലെ തന്നെ അള്ളാഹു തആലയുടെ വചനവും അവർക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക. 49-ാമത്തെ സൂറത്ത് 9-ാമത്തെ ആയത്ത്. قول النبي صلى الله عليه وسلم للحسن ابن علي رضي الله عنهما إن ابني هذا سيد ولعل الله أن يصلح به بين فئتين عظيمتين وقوله جل ذكره فأصلحوا بينهما. الحجرات 9. അൽ ഹസൻ അൽ ബസരി വിശദീകരിക്കുന്നു, അള്ളാഹു ആണേ, അൽ ഹസൻ ബിൻ അലി വലിയ പട്ടാള സംഘവുമായിട്ട് മുആവിയക്കെതിരെ ചെന്നു. അപ്പോൾ വലിയ പട്ടാള സംഘം എന്നിട്ട് വിശദീകരിക്കുന്നത് പർവ്വത സമാനമായത് എന്നാണ്. ഒരു മല പോലത്തെ ആൾക്കൂട്ടമായിട്ടാണ് ചെന്നത്. അംർ ബിൻ ആസ് പറഞ്ഞു മുആവിയയോട്, തീർച്ചയായും ഞാൻ പട്ടാള സംഘത്തെ കാണുന്നു, അവർ അവരുടെ എതിരാളിയെ കൊല്ലുന്നതുവരെ തിരിച്ചു പോവുകയില്ല. മുആവിയ അവരിലെ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും എന്തെങ്കിലും കാര്യത്തിൽ നല്ലതായ ഒരു മനുഷ്യൻ. പറഞ്ഞു, അല്ലെ അംറേ, അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ ഇവരെ കൊല്ലുകയോ ചെയ്താൽ ബാക്കി ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നതിന്, അതായത് മുസ്ലിങ്ങളുടെ കാര്യം നോക്കുന്നതിന് പിന്നെ എൻ്റെ കൂടെ ആരാ ഉണ്ടാവുക? അവരുടെ മരിച്ചുപോയ ആളുകളുടെ സ്ത്രീകൾക്ക് ആരാണ് ഉണ്ടാവുക? അവരുടെ മക്കൾക്ക് വേണ്ടി ആരാണ് എൻ്റെ കൂടെ ഉണ്ടാവുക, ബാക്കി ഉണ്ടാവുക? എന്നിട്ട് മുആവിയ 2 ഖുറൈശികളെ അങ്ങോട്ട് അയച്ചു. അവർ അബ്ദുഷംസ് ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു. അബ്ദുറഹ്മാനുബിന് സുമുറായും അബ്ദുല്ലാഹിബിന് അമീർ ഖുറൈസ് ആയിരുന്നു. അവരെ അൽ ഹസൻ്റെ അടുത്തേക്കാണ് അയച്ചത്. അവരോട് ഇങ്ങനെ വിശദീകരിച്ചു, നിങ്ങൾ ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് പോവുക, അതായത് അൽ ഹസൻ്റെ അടുത്തേക്ക്. എന്നിട്ട് അദ്ദേഹവുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുക, സന്ധി പുനഃസ്ഥാപിക്കുക, സമാധാനം പുനഃസ്ഥാപിക്കുക. എന്നിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുക, അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുക. അങ്ങനെ അവർ അൽ ഹസൻ്റെ അടുത്തേക്ക് പോയി സംസാരിച്ചു, അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തി. എന്നിട്ട് സമാധാനം അദ്ദേഹത്തിനെ കൊണ്ട് സ്വീകരിപ്പിച്ചു. അൽ ഹസൻ പറഞ്ഞു, ഞങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ വംശപരമ്പര അല്ലെങ്കിൽ കൊച്ചുമക്കൾ, ഞങ്ങൾക്ക് സമ്പത്തുണ്ട്, ഞങ്ങൾ ആളുകളെ കൊല്ലുകയും ചെയ്യുമായിരുന്നു, ഞങ്ങൾ തിന്മ ചെയ്യുമായിരുന്നു, അതായത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു. പൈസ മാത്രമായിരുന്നു അവരെ പ്രീതിപ്പെടുത്തുന്നത്. പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങളിങ്ങനെയൊക്കെ ആയിരുന്നു. അവർ അൽ ഹസനോട് പറഞ്ഞു, മുആവിയ താങ്കൾക്ക് ഇന്നതൊക്കെ വാഗ്ദാനം ചെയ്യുന്നു, എന്നിട്ട് താങ്കളെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു, എന്നിട്ട് താങ്കളോട് ഈ സന്ധിയിൽ ഏർപ്പെട്ട് സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടുന്നു. അൽ ഹസൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ആരാണ് സാക്ഷിയായിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിയായിട്ട് ഉണ്ടാവുക? അവർ പറഞ്ഞു, ഞങ്ങൾ അതിന് ഉത്തരവാദികളായിരിക്കും. അപ്പോൾ അൽ ഹസൻ എന്തൊക്കെയാണോ ചോദിച്ചത് അവർ പറഞ്ഞു, ഞങ്ങളതിന് ഉത്തരവാദികളായിരിക്കും താങ്കൾക്ക് മുമ്പിൽ. അങ്ങനെ അൽ ഹസൻ ആ സന്ധി സംഭാഷണം പൂർത്തീകരിച്ചു, സമാധാനപരമായ രീതിയിൽ അത് തീർത്തു മുആവിയയുമായിട്ട്. അൽ ഹസൻ അൽ ബസരി പറയുന്നു, ഞാൻ അബൂബക്കറ പറയുന്നത് കേട്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മിമ്പറിൽ നിന്നുകൊണ്ട്, അൽ ഹസൻ ഇബ്നു അലി, അതായത് അലിയുടെ മകനായ അൽ ഹസൻ അദ്ദേഹത്തിൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളിലേക്ക് ഒന്ന് നോക്കി, എന്നിട്ട് അൽ ഹസൻ ഇബ്നു അലിയിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ മകൻ, അത് കൊച്ചുമോൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, സയ്യിദാണ്, കുലീനനാണ്, ഭയങ്കര ഔന്നിത്യമുള്ള മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കും. 2 വലിയ മുസ്ലിം സംഘങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ. അപ്പോൾ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവചനം നടത്തുന്ന ആളാണെന്നാണ്. അപ്പോൾ റസൂലിൻ്റെ ഒരു പ്രവചനമായിരുന്നു. ചിലപ്പോൾ 10, 20, 30, 40 കൊല്ലത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം കാലേക്കൂട്ടി പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിലൂടെ മുസ്ലിങ്ങൾക്ക് പ്രയോജനമുണ്ടാവും എന്ന്. അതായിരുന്നു പ്രവചനം. سمعت الحسن يقول استقبل والله الحسن ابن علي معاوية بكتائب أمثال الجبال فقال عمرو بن العاص إني لأرى كتائب لا تولي حتى تقتلوا أقرانها فقال له معاوية وكان والله خير الرجلين أي عمرو إن قتل هؤلاء وهؤلاء من لي يأمر الناس من لي بنسائهم من لي بضياتهم فبعث إليه رجلين من قريش من بني عبد الشمس عبد الرحمن بن سمورة وعبد الله بن عامر بن قريز فقال اذهبا إلى هذا الرجل فعرضا عليه وقولا له واطلبا إليه
فأتياه فدخل عليه فتكلم وقال له وطلب إليه فقال لهم الحسن بن علي إن بنو عبد المطلب قد أصبنا من هذا المال وإن هذه الأمة قد آثت في دمائها. قال فإنه يعرض عليك كذا وكذا ويطلب إليك ويسألك. قال فمن لي بهذا؟ قال نحن لك به. فما سألهما شيئا إلا قال نحن لك به فصالحه. فقال الحسن ولقد سمعت أبا بكرة يقول رأيت رسول الله صلى الله عليه وسلم على المنبر والحسن بن علي إلى جنبه وهو يقبل على الناس مرة وعليه أخرى ويقول إن ابني هذا سيد ولعل الله أن يصلح به بين فئتين عظيمتين من المسلمين. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.